വൈവിധ്യമാർന്ന ഭാരത സംസ്കാരത്തെ മാറോടണച്ച ഇന്ത്യൻ വംശജൻ ബാരിസ്റ്റർ വരുൺ ഘോഷാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ ചർച്ചയാവുന്നത്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഭഗവത്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണ് വരുൺ ഘോഷ്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ പുതിയ സെനറ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെയാണ് ഭഗവത്ഗീത തൊട്ട് സത്യവാചകം അദ്ദേഹം ചൊല്ലിയത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും പിന്തുണ ലഭിച്ചതിന് ശേഷമാണ് പുതിയ നിയമനം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഘോഷിന് ആശംസകൾ നേർന്നു. ഘോഷിന്റെ വൈദഗ്ധ്യം തെളിയിക്കും വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനന്ദനം. താങ്കളെപ്പോലുള്ള ഒരാളെ തങ്ങളുടെ സംഘത്തിന് ലഭിച്ചത് ഭാഗ്യമാണെന്നും ഉത്തമമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്നുമാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോഗും ഘോഷിനെ സ്വാഗതം ചെയ്തു. ഭഗവത്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ഓസ്ട്രേലിയൻ സെനറ്ററാണ് ഘോഷ്. എന്നാൽ ഇതൊരു അവസാനമാകരുത് എന്നും അദ്ദേഹം പറഞ്ഞു. സാക്ഷാൽ ഭഗവത്ഗീതയുടെ ചൈതന്യം ഭരണകാര്യങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1985 ഇന്ത്യയിൽ ജനിച്ച വരുൺ ഘോഷ് തന്റെ 17ാം വയസ്സിലാണ് ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് ചേക്കേറുന്നത്. 1997 പെർത്തിലേക്ക് താമസം മാറുകയും ക്രൈസ്റ്റ് ചർച്ച് ഗ്രാമർ സ്കൂളിൽ ചേരുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് ആർട്സിലും നിയമത്തിലും അദ്ദേഹം ബിരുദം നേടി. തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിയമ പഠനം. ന്യൂയോർക്കില് ഫിനാൻസ് അറ്റോർണിയായും വാഷിംഗ്ടണിൽ ലോകബാങ്കിന്റെ കൺസൾട്ടന്റായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പെർത്തിൽ ഓസ്ട്രേലിയയിലെ ലേബർ പാർട്ടിയിൽ ചേർന്നതോടെയാണ് വരുൺ ഘോഷിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം വളരെ ഉന്നതമായ പദവിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. നിയമത്തിലുള്ള പാണ്ഡിത്യവും അഭിഭാഷക വൃത്തിയും അദ്ദേഹം പൊതുജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് ജനപ്രിയനായിട്ട് മാറുന്നത്. എന്തായാലും ഭാരതീയർ ലോകമൊട്ടാകെ ശക്തമായി വളരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്ന് കാണുന്നത്.